ഹായ് മക്കളെ, അപ്പൊ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡിന്റെ ഫൈനൽ പാർട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതിനു മുന്നേ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യുക, എന്നിട്ട് ഈ ഫൈനൽ പോർഷനിലോട്ട് കിടക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയായിരുന്നു ഒരു ഇനീഷ്യൽ പാർട്ടിൽ പഠിച്ചത് നിങ്ങൾക്കറിയാം. നമ്മൾ ഓൾറെഡി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഒക്കെ പഠിച്ചു. ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ്, പിന്നെ ഹൈഡ്രോളിക് സ്ട്രെസ്, പിന്നെ എന്തായിരുന്നു നമ്മൾ വോളിയം സ്ട്രെസ്. ഓക്കെ, ഹൈഡ്രോളിക് സ്ട്രെസ്സിന്റെ വേറെ പേരാണ് വോളിയം സ്ട്രെസ്. പിന്നെ വേറെ എന്താണ് നമ്മൾ പഠിച്ചത്, സ്ട്രെയിൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ നമ്മൾ പഠിച്ചു. പിന്നെ ഫൈനലി നമ്മൾ എന്താ ഡിഫറെന്റ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെ, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇതിന്റെ ബേസിസിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഫൈനൽ പാർട്ടിൽ നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പൊ അതിൽ തന്നെ എന്താണ് നമ്മുടെ നമ്മൾ എന്നും കാണുന്ന കുറെ കാര്യങ്ങളുടെ റീസൺസ് നമുക്ക് ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിലെ ഒരു ബേസിക് ഫാക്ടറാണ് ഈ ബെൻഡിങ് ഓഫ് ബീംസ് എന്ന് പറഞ്ഞ ഈ ഒരു പോർഷൻ. ഓക്കെ, ബീം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, നമ്മള് ബ്രിഡ്ജിൽ, ഓക്കെ, നിങ്ങൾ പാലത്തിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പാലമൊക്കെ അതിന്റെ അടിയിൽ അതിനെ താങ്ങി നിർത്തുന്ന ബീംസ് ഒരു ഐ ഷേപ്പിലായിരിക്കും. ഓക്കെ, അതായത് ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വന്ന് താഴെയും കൂടെ ഒരു ഇതുണ്ടാവും. അപ്പൊ ഒരു ഐ ഷേപ്പിലായിരിക്കും ഈ ബീംസ് ഉണ്ടാവുക. എന്തുകൊണ്ടായിരിക്കും ഈ ബീംസിന് ഇങ്ങനെ ഒരു ഐ ഷേപ്പ് കൊടുക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? വെറുതെ ഒരു റെക്ടാങ്കുലർ സ്ലാബിന് പകരം എന്ത് കാരണം കൊണ്ടാണ് ഈ ബീംസ് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഷേപ്പ് എന്ന്? ഓക്കെ, അപ്പൊ അതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? നമ്മുടെ ഈ ബൾക്ക് മോഡുലസും യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, ഇങ്ങനെ കുറെ മോഡുലസുകൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇതിലെ കുറെ ഫാക്ടേഴ്സ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ ഈ ബീംസിന് പ്രത്യേക രീതിയിലുള്ള ഷേപ്സ് ഒക്കെ കൊടുക്കുക. സോ ബെൻഡിങ് ഓഫ് ബീംസ് നമുക്കറിയാം, പല സ്ഥലങ്ങളിലും ഈ ബ്രിഡ്ജ് ഒക്കെ കൊളാപ്സ് ആവുന്നത് ഈ ബീംസിന്റെ ബലക്ഷയം കാരണമാണ്. അപ്പൊ എന്താണ് ഈ എഞ്ചിനീയേഴ്സ് ശരിക്കും ചെയ്യുന്നത് ഇതൊക്കെ പഠിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ മക്കളും എന്ത് ചെയ്യുക, വലുതാകുമ്പോൾ നല്ല അടിപൊളി എഞ്ചിനീയേഴ്സ് ആവണമെങ്കിൽ എന്താ, ഈ ബേസിക്സ് ഒക്കെ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. അപ്പൊ സെറ്റ് അല്ലേ, നമ്മൾ തുടങ്ങുകയാണ്. ഇപ്പൊ ബെൻഡിങ് ഓഫ് ബീംസ്. ബെൻഡിങ് ഓഫ് ബീംസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബീമിന്റെ പിക്ചർ ആണ്. ഇപ്പൊ ബീം നിങ്ങൾക്ക് കാണാം, നോർമലി ഒരു ബീം ഇങ്ങനെ ഒരു സ്ലാബ് പോലെ ആയിരിക്കും അല്ലെ. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നോർമലി ഉള്ള ബീമിന് പകരം അതെന്താണ്, കുറച്ചൊരു ബെൻഡിങ് സംഭവിച്ചിട്ടുണ്ട്, ഡെൽ. ഓക്കെ, ഡെൽ എന്നുള്ളൊരു ബെൻഡിങ് സംഭവിച്ചിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ ബീം ഞാൻ എടുക്കുന്നത് എന്താണ്, എൽ ലെങ്ത് ഉള്ള ഒരു ബീമാണ്. അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്, ഓക്കെ, ആഴം അല്ലെ ഡെപ്ത് എന്ന് പറയുന്നത് ഡി ആണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു വെയിറ്റ് ഞാൻ അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. അതായത് ബീമിൽ എന്തെങ്കിലും ഒരു ലോഡ് വരുവാണെങ്കിൽ ആ ലോഡിന്റെ വെയിറ്റിനെയാണ് ഡബ്ല്യു എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെ. സോ ഒരു ബീം ബെൻഡ് ആവണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതിന്റെ ബെൻഡിങ് സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളുടെ ഫാക്ടർ എന്ന് പറയുന്നത് ഈ ബെൻഡിങ് കുറയ്ക്കുക എന്നുള്ളതാണ് അല്ലെ. ബെൻഡിങ് കുറയ്ക്കുക, ബീംസ് നോർമൽ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ബെൻഡിങ് സംഭവിക്കുന്ന പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പൊ ഏതൊക്കെ ഫാക്ടേഴ്സിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പഠിച്ചു, ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡെപ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ ബീമില് എത്രത്തോളം ലോഡ് വരുന്നുണ്ട് അതിന്റെ വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ ബ്രെഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഫാക്ടേഴ്സിനെയാണ് എന്താ ബീംസിന്റെ വർക്കിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഡെറിവേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഇപ്പം പഠിക്കാനുണ്ടാവില്ല. പക്ഷെ എന്താണ് സ്റ്റിൽ നിങ്ങൾക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ അറിയണം, എങ്കിൽ മാത്രമേ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ ഇക്വേഷൻ വരിക, ഡെൽ എന്ന് പറഞ്ഞാൽ ബെൻഡിങ്. ഓക്കെ, ബെൻഡിങ്ങിന്റെ റേറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ബെൻഡിങ് റേറ്റിന് ഡെൽ എന്നുള്ള. ഓക്കെ, ഒരു പാമ്പ് എന്നിട്ട് അടിയിൽ ഒരു വട്ടം. ഓക്കെ, സോ ഡെൽ ഇസ് ഈക്വൽ ടു WL ക്യൂബ് ബൈ BD ക്യൂബ് Y. ഓക്കെ, Y എന്തായിരുന്നു, യങ്സ് മോഡുലസ് അല്ലെ, നല്ല യൂത്ത് ആയിട്ടുള്ള മക്കള്. സോ യങ്സ് മോഡുലസ് ആണ് Y. സോ ശ്രദ്ധിച്ചേ, ഡെൽ ഇസ് ഈക്വൽ ടു WL ക്യൂബ് ബൈ BD ക്യൂബ് Y. സോ ബെൻഡിങ് നമുക്ക് കുറയ്ക്കുകയാണ് വേണ്ടത്, ബീംസിൽ ബെൻഡിങ് സംഭവിക്കാൻ പാടില്ല. അപ്പൊ എന്തൊക്കെയായിരിക്കും നമുക്ക് അതിന് ചെയ്യാൻ പറ്റുക? ഈ ഒരു ഇക്വേഷൻ ഡെറിവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കത്തില്ല നിങ്ങളുടെ ഒരു പോർഷനിൽ, പക്ഷെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. കാരണം എന്താ, ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ബെൻഡിങ് കുറയ്ക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരിക. സോ ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താ മക്കളെ, ബെൻഡിങ് കുറയ്ക്കുക, അതായത് ഡെല്ല് കുറയ്ക്കുക. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇക്വേഷനിൽ ആരൊക്കെയാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി വരുന്നത്, ആരൊക്കെയാണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി വരുന്നതെന്ന്. അപ്പൊ ആരൊക്കെയാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി വരിക നോക്കിക്കേ, ഡെല്ലിന് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള വെയിറ്റും അതുപോലെ തന്നെ എൽ ലെങ്ത്തും ആണ്. അപ്പൊ എന്ത് ചെയ്യാ, ടു റെഡ്യൂസ് ഡെൽ, ഓക്കെ, ബെൻഡിങ് കുറയ്ക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, യു ക്യാൻ റെഡ്യൂസ് ലെങ്ത്. ഓക്കെ, ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ബീമിന്റെ ലെങ്ത് കുറയ്ക്കുക. ഓക്കെ, ബീം എന്താണ് വലിയ വലിയ ബീംസ് ആക്കുന്നതിന് അതിന്റെ ലെങ്ത് കുറച്ച് കുറയ്ക്കുക. പിന്നെ എന്തൊക്കെ ചെയ്യാം, ഇനി ഡിനോമിനേറ്ററിലുള്ള ആൾക്കാർ ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി ആണ് അല്ലെ.
സോ അവര് കൂടുവാണെങ്കിൽ നമ്മുടെ ഡെല്ല് കുറയും അല്ലെ. അവർ രണ്ടുപേരും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനലാ, അവർ തമ്മിൽ കൂട്ടില്ല. ഓക്കെ, സോ ഒരാൾ കൂടുക മറ്റേ ആൾ കുറയും. അപ്പം എന്താ ബ്രെഡ്ത്ത് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ എന്താ ഡെപ്ത് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ യങ്സ് മോഡുലസ്. ഓക്കെ, യങ്സ് മോഡുലസ് ഹൈ ആയിട്ടുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്യുക. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ബെൻഡിങ് ഓഫ് ബീംസ് കുറയ്ക്കാൻ സഹായിക്കുക. അതായത് ബീംസ് ബെൻഡ് ചെയ്യുന്നതിനെ കുറയ്ക്കാൻ ഇത്രയും ഫാക്ടേഴ്സ് ആണ് സഹായിക്കുക. എന്ത്, ബ്രെഡ്ത്ത് കൂട്ടുക, ഡെപ്ത് കൂട്ടുക, അതുപോലെ തന്നെ യങ്സ് മോഡുലസ് ഹൈ ആയിട്ടുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, BD³ എന്നാണ്. അതായത് ബ്രെഡ്ത്തും കൂട്ടിയാലും ഡെപ്ത് കൂട്ടിയാലും യങ്സ് നമ്മുടെ ബെൻഡിങ് കുറയും. പക്ഷെ ഇതിൽ കൂടുതൽ എഫക്റ്റീവ് ഏതായിരിക്കും? നിങ്ങൾ ശ്രദ്ധിച്ചേ, ബിയും ഡിയും, D⁻³ ആണ്, B⁻1 ആണ്. അപ്പം ബ്രെഡ്ത്ത് കൂട്ടുന്നതാണോ ഡെപ്ത് കൂട്ടുന്നതാണോ കൂടുതൽ എഫക്റ്റീവ്? D⁻³ ആണ് അല്ലെ. അപ്പം ഒരു 1 എന്നുള്ള ഒരു റേഷ്യോയിലാണ് എടുക്കുന്നെങ്കിൽ 1⁵³ ആയി, 2 ആണെങ്കിൽ 2⁵³ 8 ആയി അല്ലെ. അപ്പം ബ്രെഡ്ത്ത് കൂട്ടുന്നതിനേക്കാളും ഡെപ്ത് കൂട്ടുന്നതാണ് കൂടുതൽ എഫക്റ്റീവ് ബെൻഡിങ് കുറയ്ക്കാൻ. കാരണം എന്താ, D⁻³ ആണ്. അപ്പൊ പവർ കൂടുതലാണ്. അപ്പൊ ചെറിയൊരു ചേഞ്ച് തന്നെ എന്താണ്, മൾട്ടിപ്ലൈ ചെയ്ത് 3 ടൈംസ് ആവും ഡെപ്ത് കൂട്ടിയാൽ. സോ എന്താണ്, ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് ബ്രെഡ്ത്ത് കൂട്ടുന്നതാണോ ഡെപ്ത് കൂട്ടുന്നതാണെങ്കിൽ ഏതാണ് കൂടുതൽ എഫക്റ്റീവ് എന്ന് വെച്ചാൽ ഇൻക്രീസ് D, അതാണ് മോർ എഫക്റ്റീവ്. ഓക്കെ, ഇൻക്രീസിങ് D വിൽ ബി മോർ എഫക്റ്റീവ്. സോ മക്കളെ, ബീംസിന്റെ ഉണ്ടാവുന്ന ബെൻഡിങ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? ലെങ്ത് കൂട്ടുക, ബ്രെഡ്ത്ത് കുറയ്ക്കുക, ഡെപ്ത് കുറയ്ക്കുക, അതുപോലെ തന്നെ യങ്സ് മോഡുലസ് ഹൈ ആയിട്ടുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതിൽ തന്നെ ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്തും ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഫാക്ടർ ആവുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. ഓക്കെ, സോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്താണ് ഐ ഷേപ്ഡ് ആയിട്ടുള്ള ബീംസ് നമ്മൾ നോർമൽ ലൈഫിൽ ബ്രിഡ്ജസിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബെൻഡിങ് ഓഫ് ബീംസിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഈ ബക്ലിംഗ് എന്ന് പറയുന്നത് അല്ലെ. ബക്ലിംഗ് എന്ന് വെച്ചാൽ മക്കളെ പറഞ്ഞു, നമ്മൾ ബെൻഡിങ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്താ ഡെപ്ത് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു അല്ലെ. അവർ രണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഡെപ്ത് ഇൻക്രീസ് ചെയ്താൽ, ബീംസിന്റെ ഡെപ്ത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ ബെൻഡിങ് കുറയ്ക്കാന്ന് പറഞ്ഞു. പക്ഷേ ഡെപ്ത് ഒരു പരിധി കൂടുതൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണ്. എങ്ങനെ? പ്രോപ്പർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ലോഡ് ഉണ്ടല്ലോ, ആ ലോഡ് കറക്റ്റ് സ്ഥലത്തല്ലാണ്ട് മിസ്പ്ലേസ്ഡ് ആയിട്ടാണ് വരുന്നെങ്കിൽ എന്താ, ഈ ഡെപ്ത് ഇങ്ങനെ കുറെ കൂട്ടിയാൽ എന്ത് പറ്റും, ഈ ഡീപ്പ് ആയിട്ടുള്ള ബാറുകൾ എന്ത് ചെയ്യും, ബെൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ബാറുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ബീംസ് ആയിട്ട് ഉപയോഗിക്കുന്ന ആ എന്താ ബാർന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ എന്താണ്, ആ ഒരു മെറ്റാലിക് ബാറിനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഈ മെറ്റാലിക് ബാർസ് ബീം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അവര് പിന്നെയും ബെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡെപ്ത് ഒരു പരിധി കൂടുതൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുവാണ്, എങ്ങനെ, ലോഡ് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തല്ല വെക്കുന്നെങ്കിൽ. അപ്പൊ എന്താണ്, എപ്പോഴും ഈ ലോഡ് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വരുന്ന പോലെ നമുക്ക് പൊസിഷനിങ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഷേപ്പാണ് ഈ ബീമുകൾക്ക് ഐ ഷേപ്പിലുള്ള ബീമുകൾ നമ്മൾ ഉണ്ടാക്കാൻ കാരണം. സോ എന്താണ് ബക്ലിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് ഓൺ ഇൻക്രീസിംഗ് ദ ഡെപ്ത് അൺലെസ് ദ ലോഡ് ഈസ് എക്സാക്ട്ലി അറ്റ് ദ പോയിന്റ് ഓഫ് റൈറ്റ് പ്ലേസ്, deep bar may bend. This is called buckling. So buckling എന്താണെന്നുള്ള കറക്റ്റ് ആയിട്ട് പഠിക്കുക. ലോഡ് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ എന്താണ് ഡെപ്ത് കൂടുതൽ കൂട്ടിയാൽ എന്താണ് ബാർ പിന്നെയും ബെൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അതിന് നമുക്കൊരു പരിഹാരം എന്താ മക്കളെ, ഇങ്ങനത്തെ ഐ ഷേപ്ഡ് ആയിട്ടുള്ള ബീംസ് വെക്കുക. ഓക്കെ, ഇപ്പൊ ഇത് പാലമാണെങ്കിൽ അതിന്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഐ ഷേപ്പിലുള്ള ബീമുകളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ, ഇങ്ങനെ ഐ ഷേപ്പിലാണെങ്കിൽ ഇതിന്റെ മുകളിലും താഴെ നമ്മൾ പറഞ്ഞു ലോഡ് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് അല്ലെങ്കിലാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ ലോഡ് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വരാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മുകളിലും താഴെയും ലോഡ് വരുന്നത് പോലെ, കൂടുതൽ ലോഡ് വരുന്നത് പോലെ എന്താണ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഐ ഷേപ്പുള്ള ബീമുകളിൽ എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു പ്രിവെന്റ് ബക്ലിംഗ്. ഓക്കെ, ബാറുകൾ പിന്നെയും ബെൻഡ് ആവാതെ ഡെപ്ത് കൂട്ടുന്നതനുസരിച്ച് നമ്മുടെ ലോഡ് കറക്റ്റ് സ്ഥലത്തല്ല വരുന്നെങ്കിൽ ബാറുകൾ പിന്നെയും ബെൻഡ് ആവും. അതിനാണ് ബക്ലിംഗ് എന്ന് പറയുന്നത്. സോ ഈ ബക്ലിങ്ങിനെ പ്രിവെന്റ് ചെയ്യാനാണ് വൺ വേർഡിൽ ചോദിച്ചാൽ വൈ ഐ ഷേപ്ഡ് ബീംസ് ആർ യൂസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ടു പ്രിവെന്റ് ബക്ലിംഗ്. ഓക്കെ, സോ ഇങ്ങനെ ഐ ഷേപ്ഡ് ബീംസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ കാരണം എന്താ, ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് ലാർജ് ലോഡ് ബിയറിംഗ് സർഫസ് ഓൺ ദ ടോപ്പ് ആൻഡ് ബോട്ടം. സോ ഐ ഷേപ്പിൽ എന്താണ് മുകളിലും താഴെയുമാണ് സർഫസ് ഏരിയ കൂടുതൽ അല്ലെ. അപ്പൊ അവിടെ ആയിരിക്കും കൂടുതൽ ലോഡ് വരുന്നത്. പിന്നെന്താണ്, ഇറ്റ് ഹാസ് ഇനഫ് ഡെപ്ത് ടു പ്രിവെന്റ് ബെൻഡിങ്. ഡെപ്ത് ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ, അമിതമായിട്ട് ഉണ്ടാവത്തില്ല. സോ അതുകൊണ്ട് തന്നെ ബെൻഡിങ്ങിനെ പ്രിവെന്റ് ചെയ്യും. പിന്നെന്താണ്, ഇറ്റ് റെഡ്യൂസസ് വെയിറ്റ് കമ്പയർഡ് ടു എ കംപ്ലീറ്റ്ലി റെക്ടാംഗിൾ ഓർ സോളിഡ് ഷേപ്പ്. ഓക്കെ, അതായത് വെറുതെ ഒരു ബാറിന് പകരം പ്രത്യേക ഷേപ്പ് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഇറ്റ് വിൽ റെഡ്യൂസ് ദ വെയിറ്റ് കമ്പയർഡ്. ഓക്കെ, അതായത് നോർമലി ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ വെയിറ്റ് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഈ ഒരു ഐ ഷേപ്പ് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ എന്താ, ഒരു പർട്ടിക്കുലർ റെക്ടാംഗുലർ ബാർ, ചുമ്മാ ഉള്ള ഒരു റെക്ടാംഗുലർ ഒരു ബാറിന് പകരം എന്താണ് ബീം ഇങ്ങനെ ഐ ഷേപ്പിലാണെങ്കിൽ എന്താ
ഇറ്റ് വിൽ കട്ട് ഡൗൺ ദ കോസ്റ്റ് ഓൾസോ. ഓക്കെ, നമ്മുടെ ബീം ഉണ്ടാക്കുന്നതിന്റെ കോസ്റ്റും കുറയും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഐ ഷേപ്ഡ് ആയിട്ടുള്ള ബീംസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം. സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ബക്ലിംഗ് കുറയ്ക്കാൻ, അല്ലെങ്കിൽ എന്താണ് ബീംസ് ബെൻഡ് ആവുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഐ ഷേപ്ഡ് ആയിട്ടുള്ള ബീംസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ മക്കളെ നമ്മൾ യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിൽ തന്നെ എന്താണ് ഈ യങ്സ് മോഡുലസും ഇലാസ്റ്റിസിറ്റിയും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, അതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. മക്കൾ ശ്രദ്ധിച്ചേ, ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിക്കുക, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ആണ് അല്ലെ. അപ്പം മെറ്റീരിയൽ എയും തന്നിട്ടുണ്ട്, മെറ്റീരിയൽ ബിയും തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വയറിനെ വയർ എ, രണ്ടാമത്തെ വയറിനെ വയർ ബി എന്ന് വിളിച്ചു. സോ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് മെറ്റീരിയൽ ഹാസ് മോർ യങ്സ് മോഡുലസ്, പിന്നെ വിച്ച് മെറ്റീരിയൽ ഇസ് മോർ ഡക്ടൈൽ, വിച്ച് മെറ്റീരിയൽ ഇസ് മോർ ബ്രിട്ടിൽ. ഓക്കെ, ബ്രിട്ടിൽ എന്ന് വെച്ചാൽ എന്താ, പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് പോകുന്നത്. ഡക്ടൈൽ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഇങ്ങനെ വലിച്ചു നീട്ടാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ യങ്സ് മോഡുലസിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, റേഷ്യോ ഓഫ് ലോങ്ങിറ്റ്യൂഡൽ സ്ട്രെസ് ടു സ്ട്രെയിൻ എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ അതിൽ തന്നെ നമുക്കറിയാം ഇതിൽ ഏത് മെറ്റീരിയൽ ആയിരിക്കും കൂടുതൽ യങ്സ് മോഡുലസ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാൻ നമുക്കുള്ള ഇക്വേഷൻ എന്തായിരുന്നു, ഫസ്റ്റ് വൺ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഓക്കെ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പൊ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഇവിടുത്തെ സ്ലോപ്പ് തന്നെയാണ് അല്ലെ. വൈ ആക്സിസ് ബൈ എക്സ് ആക്സിസ്, അതായത് സ്ലോപ്പ്. അപ്പം സ്ലോപ്പ് കൂടുതലുള്ള ഗ്രാഫിനായിരിക്കും എന്ത്, കൂടുതൽ യങ്സ് മോഡുലസ്. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഫസ്റ്റ് മെറ്റീരിയൽ എയും മെറ്റീരിയൽ ബിയും ഏത് ഗ്രാഫിനാണ് കൂടുതൽ സ്ലോപ്പ് ഉള്ളത്, നിങ്ങൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എടുക്കുവാണെങ്കിൽ, ഓക്കെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏതിനായിരിക്കും കൂടുതൽ, ഈ ഗ്രാഫിനായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഇതിനായിരിക്കും സ്ലോപ്പ് കൂടുതൽ, മെറ്റീരിയൽ എക്കായിരിക്കും സ്ലോപ്പ് കൂടുതൽ. സോ സ്ലോപ്പ് കൂടുതലുള്ളത് മെറ്റീരിയലിനായിരിക്കും യങ്സ് മോഡുലസ് കൂടുതൽ. അപ്പൊ എന്ത് നമുക്ക് പറയാൻ പറ്റും, ഏതിനായിരിക്കും, സോ ഏത് മെറ്റീരിയലിനാണ് കൂടുതൽ യങ്സ് മോഡുലസ് ഉള്ളത്, മെറ്റീരിയൽ എ. ഓക്കെ, അങ്ങനെയാണ് മിസ് ഒരു കാര്യം ചോദിക്കട്ടെ, മെറ്റീരിയൽ എക്കാണ് കൂടുതൽ യങ്സ് മോഡുലസ്. അപ്പൊ മെറ്റീരിയൽ എ ആണോ ബി ആയിരിക്കോ കൂടുതൽ ഇലാസ്റ്റിക്, നമുക്കറിയാം യങ്സ് മോഡുലസ് കൂടുതലുള്ള മെറ്റീരിയൽ ആയിരിക്കും കൂടുതൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുക. സോ മെറ്റീരിയൽ എക്ക് തന്നെയായിരിക്കും എന്ത്, കൂടുതൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളതും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് മെറ്റീരിയൽ ഈസ് മോർ ഡക്ടൈൽ, ഏതാണ് കൂടുതൽ ഡക്ടൈൽ ആയിട്ടുള്ളത്. മക്കളെ ഡക്ടൈൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നിങ്ങൾക്കറിയാം ഫ്രാക്ചർ പോയിന്റ് അല്ലെ. അപ്പൊ അത് മിസ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ. പ്ലാസ്റ്റിക് ബിഹേവിയർ എവിടെയാണ് കാണിക്കുന്നത്, ഇലാസ്റ്റിക് ബിഹേവിയർ എവിടെയാണ് എന്നൊക്കെ. അപ്പൊ ഈ രണ്ട് പോയിന്റ്സ് ശ്രദ്ധിച്ചേ, ഡിയും ഇയും. അപ്പൊ ഡി എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ എന്തായിട്ടായിരുന്നു റെപ്രസെന്റ് ചെയ്തത്, ഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൾട്ടിമേറ്റ് ഈൽഡ് സ്ട്രെങ്ത് അല്ലെ, അൾട്ടിമേറ്റ് ഈൽഡ് സ്ട്രെങ്ത്. അപ്പൊ ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റ് പ്രത്യേകത എന്തായിരുന്നു, നമ്മൾ പറയൂലേ ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയുന്ന പോലെ, ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുമ്പോഴത്തേനും എന്താണ്, ആ ബ്രേക്ക് ചെയ്യാനുള്ള തുമ്പത്തെത്തിയായിരിക്കും നിൽക്കുന്നത് അല്ലെ. അൾട്ടിമേറ്റ്, അതായത് അവിടം വരെയാണ് സ്ട്രെങ്ത് ഉള്ളത്, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയാം അല്ലെ. അപ്പൊ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പോയിന്റ് ആണ് ഡി. അപ്പൊ ഡി കഴിഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ഇ ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ ഫ്രാക്ചർ പോയിന്റ് ആണ്. സ്ട്രെസ് കാരണം ബ്രേക്ക് ചെയ്ത് നമ്മുടെ മെറ്റീരിയൽ ബ്രേക്ക് ചെയ്യുന്ന പോയിന്റാണ് നമ്മൾ ഫ്രാക്ചർ പോയിന്റ് എന്ന് പറഞ്ഞു, ഒടിഞ്ഞു പോകും അല്ലെ. അപ്പൊ എന്താണ് ഈ ഡിയും ഇയും, ഓക്കെ ഡിയും ഇയും അതായത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആയിട്ടുള്ള പോയിന്റും ഫ്രാക്ചർ പോയിന്റും അടുത്താണെങ്കിൽ ആ മെറ്റീരിയൽ എന്തായിരിക്കും, കൂടുതൽ ബ്രിട്ടിൽ ആയിരിക്കും. ബ്രിട്ടിൽ എന്ന് വെച്ചാൽ എന്താ, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്. ഓക്കെ, സോ ഡിയും ഇയും അടുത്തടുത്താണ് പോയിന്റ്സ് എങ്കിൽ എന്താണ്, പെട്ടെന്ന് പൊട്ടിപ്പോകും അല്ലെങ്കിൽ കൂടുതൽ ബ്രിട്ടിലായിരിക്കും. അതേസമയം ഡിയും ഇയും അകലെയാണെങ്കിൽ, അതായത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പോയിന്റും ഫ്രാക്ചർ പോയിന്റും കുറച്ചും കൂടെ അകലെയാണെങ്കിൽ എന്താണ്, അവ കൂടുതലും ഡക്ടൈൽ ആയിരിക്കും. അവർ കുറച്ചും കൂടെ ഡക്ടിലിറ്റി കാണിക്കും, അതായത് അവയെ കുറച്ചും കൂടെ വലിച്ചു കിട്ടാൻ പറ്റും, അതിനുശേഷമേ അവ പൊട്ടിപ്പോത്തുള്ളൂ. സോ ഡിയും ഇയും അടുത്തടുത്തുള്ള പോയിന്റ്സ് ആണെങ്കിൽ ദേ വിൽ ബി മോർ ബ്രിട്ടിൽ. ഡിയും ഇയും അകലെയാണെങ്കിൽ അവര് കുറച്ചും കൂടെ ഡക്ടൈൽ ആയിരിക്കും. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തോളാം. ഒ എന്ന് പറഞ്ഞ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ബിഹേവിയർ ആയിരിക്കും. എ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ പോയിന്റ് ആണ്, പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇറ്റ് ഈസ് ദി ഇലാസ്റ്റിക് ലിമിറ്റ് ഓർ ഈൽഡ് പോയിന്റ് അല്ലെ. അപ്പൊ ഈ ഒരു പോയിന്റ് വരെ എന്താണ്, ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ബി കഴിയുമ്പോൾ എന്ത് പറ്റും, സിയിലോട്ടൊക്കെ എത്തുമ്പോഴത്തേനും നമ്മുടെ മെറ്റീരിയൽ വലിച്ച് നമ്മൾ തിരിച്ചു വിട്ടാലും തിരിച്ച് ഒറിജിനൽ ലെങ്ത്തിലോട്ട് വരില്ല, കുറച്ച് ഇപ്പുറത്ത് മാറി വരേ വരുള്ളൂ. അതായത് സ്ട്രെസ് സീറോയിലോട്ട് റെഡ്യൂസ് ചെയ്താലും എന്താ, കുറച്ച് സ്ട്രെയിൻ നിലനിൽക്കും അല്ലെ. അപ്പൊ ആ ഒരു പോയിന്റിനെ നിങ്ങൾ വിളിച്ചതാണ് പെർമനന്റ് സെറ്റ്. ഓക്കെ, ഓ വരെയാണ് തിരിച്ചു വരേണ്ടതെങ്കിൽ എന്താണ്, ഓ ഡാഷ് വരെ വന്ന് നിന്നു, കുറച്ചൊരു ലെങ്ത് ഇപ്പുറത്ത് വരെ
എന്താണ് തിരിച്ചു വന്ന് നിൽക്കത്തുള്ളൂ, ഫുൾ ലെങ്തിലോട്ട് തിരിച്ചു വരത്തില്ല. അപ്പൊ എന്താണ് സ്ട്രെസ് ഫുള്ളി 0 ആക്കിയാലും സ്ട്രെയിൻ കുറച്ച മെറ്റീരിയൽ ഉണ്ടാവും. അപ്പൊ അതിനാണ് പെർമനന്റ് സെറ്റ് എന്ന് പറയുന്നത്. സോ സിക്ക് ശേഷം പിന്നെ എന്താണ് ഇലാസ്റ്റിസിറ്റി മാറി പ്ലാസ്റ്റിസിറ്റി ആയി. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മുടെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആയിട്ടുള്ള പോയിന്റ് എത്തി, ഈൽഡ് സ്ട്രെങ്ത് ആയിട്ടുള്ള പോയിന്റ് എത്തി ഡിയില്. അത് കഴിയുമ്പോൾ എന്ത് പറ്റി, പൊട്ടിപ്പോയി. ഓക്കെ, സോ ഈ ഡിയും ഇയും അടുത്താണോ അകലെയാണോ എന്നുള്ളതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഡക്റ്റൈൽ ആണോ ബ്രിട്ടിൽ ആണോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് മക്കൾ ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഈ ഒരു ഗ്രാഫില് നിങ്ങൾ നോക്കിയ മെറ്റീരിയൽ എയില്, ഓക്കെ മെറ്റീരിയൽ എയില്, ഓക്കെ അത് മാഞ്ഞു അതാണ്. മെറ്റീരിയൽ എയിലാണെങ്കിൽ പോയിന്റ്സ് രണ്ടും അകലെയാണ്. ഓക്കെ, മെറ്റീരിയൽ ബിയിലാണെങ്കിലോ പോയിന്റ്സ് രണ്ടും വളരെ അടുത്താണ് അല്ലെ, അങ്ങനെയായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിച്ച് മെറ്റീരിയൽ ഈസ് മോർ ഡക്റ്റൈൽ? ഏത് ഗ്രാഫിലാണ് പോയിന്റ്സ് തമ്മിൽ അകലെയുള്ളത്? നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മെറ്റീരിയൽ എയില് പോയിന്റ്സ് അകലെയാണ് അല്ലെ, അതായത് അൾട്ടിമേറ്റ് ഈൽഡ് സ്ട്രെങ്ത് പോയിന്റും ഫ്രാക്ചർ പോയിന്റും അകലെയാണ്. അപ്പൊ കുറച്ചു നേരം കൂടെ എന്താണ് അവയെ വലിച്ചു നീട്ടാൻ പറ്റും. സോ ഏത് മെറ്റീരിയൽ ആയിരിക്കും കൂടുതൽ ഡക്റ്റൈൽ? ദ മെറ്റീരിയൽ വിച്ച് ഇസ് മോർ ഡക്റ്റൈൽ വിൽ ബി മെറ്റീരിയൽ എ. ഏത് മെറ്റീരിയൽ ആയിരിക്കും കൂടുതൽ ബ്രിട്ടിൽ? ബ്രിട്ടിൽ എന്ന് വെച്ചാൽ എന്താണ്, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പോയിന്റ് ആയിട്ടുള്ള ഈൽഡ് പോയിന്റും ഫ്രാക്ചർ പോയിന്റ് അടുത്തടുത്താണ്. ഓക്കെ, അപ്പം കുറച്ചും കൂടെ വലിച്ചാൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും. അപ്പം ഈ രണ്ട് പോയിന്റ്സ് ഏറ്റവും അടുത്തുള്ളത് ഏതാണ്? ബി. സോ വിച്ച് മെറ്റീരിയൽ ഈസ് മോർ ബ്രിട്ടിൽ? ഇറ്റ് വിൽ ബി ബി. ഓക്കെ, സോ ബി ആയിരിക്കും കൂടുതൽ ബ്രിട്ടിൽ ആയിട്ടുള്ള മെറ്റീരിയൽ. സോ നിങ്ങൾ ആ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിനെ എല്ലാം ആൻസർ ചെയ്യാം. യങ്സ് മോഡുലസ് കൂടുതലുള്ള മെറ്റീരിയൽ ആയിരിക്കും കൂടുതൽ ഇലാസ്റ്റിക് എന്നും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ മക്കളെ യങ്സ് മോഡുലസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് അറിയാം യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, അങ്ങനെ ഡിഫറെന്റ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട് അല്ലെ. സോ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്താ ന്യൂമറിക്കൽ പ്രോബ്ലംസും വരാം, അതുപോലെ തന്നെ എന്താ കൺസെപ്റ്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാം. അപ്പം ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യണം എന്ത് വേണം? നിങ്ങൾക്ക് അതിനകത്തുള്ള ഇക്വേഷൻസ് ബേസിക്കലി അറിയണം. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് നോക്കാം. എ സ്ട്രക്ചറൽ സ്റ്റീൽ റോഡ് ഹാസ് എ റേഡിയസ് ഓഫ് 10 millimeter, okay, and a length of 1 meter. A 100 kilonewton force stretches it along its length. Calculate stress, elongation and strain on the rod. Young's modulus തന്നിട്ടുണ്ട്. സ്റ്റീലിന്റെ 2 × 10⁻11 Newton per meter square. ഓക്കെ, സോ ഒരു സ്റ്റീൽ റോഡിന്റെ കാര്യമാണ് പറയുന്നത്. അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ എന്താ ഒരു 100 kilonewton ഫോഴ്സ് കൊടുക്കുകയാണ്. എന്തിന്? നമ്മൾ ലെങ്ത് കൂട്ടാൻ. നമുക്കറിയാം യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലോങ്ങിറ്റ്യൂഡൽ സ്ട്രെസ് ടു ലോങ്ങിറ്റ്യൂഡൽ സ്ട്രെയിൻ, അതിന്റെ റേഷ്യോ അല്ലെ. അപ്പൊ നമ്മളിവിടെ എന്താണ് സ്ട്രെസ് കൊടുക്കുന്ന എന്തിനാണ്? ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് നമുക്ക് സ്ട്രെസ്സും കണ്ടുപിടിക്കണം, ഇലോങ്ങേഷനും കണ്ടുപിടിക്കണം, സ്ട്രെയിനും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഓൾറെഡി യങ്സ് മോഡുലസുമായിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷൻ ആണ് നമുക്കൊക്കെ മനസ്സിലായി. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഒരു പ്രോബ്ലം പ്രൊസീഡ് ചെയ്യാം? അപ്പൊ ഫസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് സ്ട്രെസ് ആണ്. ഓക്കെ, അപ്പൊ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക്കലി അറിയാം ഫോഴ്സ് ബൈ ഏരിയ അല്ലെ. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, റിസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അല്ലെ. അപ്പൊ മക്കൾ ഓൾറെഡി പഠിച്ചാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, സ്ട്രെസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ ഓൾറെഡി നമുക്ക് വന്ന ക്വാണ്ടിറ്റീസ് നിങ്ങൾ എന്താ ഒന്നുകൂടി ഒന്ന് എടുത്ത് എഴുതുക. ഓക്കെ, സോ നമുക്ക് ഫോഴ്സ് വന്നിട്ടുണ്ട്. ഫോഴ്സ് എത്രയാണ്? 100 kilonewton അല്ലെ. അതായത് 100 kilonewton എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലാണ് നമ്മൾ ബേസിക് SI യൂണിറ്റ് പറയുന്ന ഇതിലാണ് ഫോഴ്സിനെ. SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് ന്യൂട്ടൺ ആണ് അല്ലെ. അപ്പൊ കിലോ ന്യൂട്ടനെ നിങ്ങൾ ന്യൂട്ടണിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുക? 100 kilonewton എങ്ങനെ ന്യൂട്ടണിൽ എക്സ്പ്രസ് ചെയ്യുക? 100 × 10⁻³ അല്ലെ. 100 × 10⁻³ ന്യൂട്ടൺ. ഓക്കെ, ഇനി എന്താ തന്നിരിക്കുന്നത്? ലെങ്ത് തന്നിട്ടുണ്ട് 1 meter. ഓക്കെ, ലെങ്ത് ഈസ് ഈക്വൽ ടു 1 meter. അത് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലെ. കാരണം എന്താ? ബേസിക് ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ തന്നെയാണ്. അപ്പൊ നിങ്ങൾ അത് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത എന്താ നമുക്ക് തന്നിരിക്കുന്നത്? റേഡിയസ് തന്നിട്ടുണ്ട് അല്ലെ. റേഡിയസ് ഈസ് ഈക്വൽ ടു 10 millimeter എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം മില്ലിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ലെങ്ത് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലെങ്ത് അല്ലെ. അപ്പൊ എന്താണ്? നമ്മൾ ഒരു സർക്കിൾ എടുക്കുവാണെങ്കിൽ അതിന്റെ സെൻട്രലിൽ നിന്ന് അതിന്റെ സൈഡിലേക്കുള്ള ഫുൾ ഇതിനെയാണ് ഡയമീറ്റർ എന്ന് സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഫുൾ ലെങ്ത്തിനെയാണ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹാഫ് ആണ് റേഡിയസ് അല്ലെ. അപ്പം നമ്മൾ റേഡിയസ് ഇവിടെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 10 millimeter ആണ്. അപ്പൊ അത് മീറ്ററിനെ കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യാം? 1 millimeter എങ്ങനെയാണ് നമ്മൾ മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് നിങ്ങൾ പഠിച്ചു. ഓക്കെ, അപ്പം മീറ്ററും മില്ലിമീറ്ററും തമ്മിലുള്ള നമ്മൾ കൺവേർഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ യു ഹാവ് ടു ഡിവൈഡ് ബൈ 1000 അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക?
ഡിവൈഡ് ബൈ 1000 പകരം നമ്മളിവിടെ ഇൻറ്റു 10⁻³ എന്ന് എഴുതും അല്ലെ. അത് നമുക്കറിയാം ഓൾറെഡി കൺവേർഷനിലുള്ളതാണ്. സോ 10 millimeter എന്ന് പറഞ്ഞാൽ 10 × 10⁻³ മീറ്റർ. ഓക്കെ, സോ ഈ മൂന്നെണ്ണമാണ് നമുക്ക് തന്നിരിക്കുന്ന കോൺസ്റ്റൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചില യൂണിറ്റ്സും അതിന്റെ മെഷർമെന്റ്സും തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇനി നമുക്ക് സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വൺ സ്ട്രെസ്. ഓക്കെ, അപ്പൊ സ്ട്രെസ് എന്തായിരിക്കും മക്കളെ? സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഡീഫോർമേഷൻ ഒക്കെ സംഭവിച്ച അതിന് റീസ്റ്റോറിങ് വരും അല്ലെ. അതായത് നമ്മൾ വലിച്ചു അത് കഴിഞ്ഞിട്ട് അത് തിരിച്ച് വരണം അല്ലെ. അപ്പൊ റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ഇതാണ് സ്ട്രെസ്സിന്റെ ബേസിക് ഫോർമുല. അപ്പൊ ഫോഴ്സ് വന്നിട്ടുണ്ടല്ലോ, എന്താ? 100 × 10⁻³. ഓക്കെ, ഇനി ഏരിയ. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്ട്രക്ചറൽ സ്റ്റീൽ റോഡ് ഹാസ് എ റേഡിയസ് എന്നാണ്. ഓക്കെ, സോ ഈ സ്റ്റീൽ റോഡ് നിങ്ങൾക്കറിയാം. ഈ സ്റ്റീൽ റോഡുകൾ മിക്കവാറും എന്താണ് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്, ഏത് റോഡിന്റെ ഷേപ്പ് എന്താന്ന് പറഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഈ റോഡിൽ നമ്മൾ ഏതാണ്? സ്ട്രക്ചറൽ സ്റ്റീൽ റോഡ് എന്നാണ് പറയുന്നത്. റേഡിയസും പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്? πr² ആയിരിക്കും അല്ലെ. ഓക്കെ, സോ ഏരിയ എന്തായിരിക്കും? πr² ആയിരിക്കും. ഏരിയ πr² എന്ന് വെച്ചാൽ എന്താ? പൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 3.14. ഓക്കെ, ഇനി റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ തന്നിരിക്കുന്നത്? 10 millimeter. 10 millimeter എന്ന് പറഞ്ഞാൽ നമ്മൾ 10 × 10⁻³ എഴുതും അല്ലെ. 10 × 10⁻⁻. ഓക്കെ, ഇത് 10 ആണ്. 10⁻³ ഹോൾ സ്ക്വയർ അല്ലെ. ഓക്കെ, അപ്പൊ 10 × 10⁻³ ഹോൾ സ്ക്വയർ എങ്ങനെയാ മക്കളെ നമ്മൾ ചെയ്യുന്നത്? നമുക്കറിയാം 10 × 10⁻³ എന്ന് പറഞ്ഞാൽ 10⁻1 × 10⁻³ എന്ന് വരും അല്ലെ. അപ്പൊ -3 + 1 ചേരുമ്പോ നിങ്ങൾക്ക് എന്താ കിട്ടുക? 10⁻² എന്ന് കിട്ടും. 10⁻² ഹോൾ സ്ക്വയറിന് എന്ത് കിട്ടും? 10⁻⁻4 അല്ലെ. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം? 100 × 10⁻³ by 3.14 into 10⁻4 അല്ലെ. ഇത്രയല്ലേ നമുക്ക് കിട്ടുക? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇത് മിസ് ഒന്നുകൂടെ ഒന്ന് വൃത്തിയായിട്ട് എഴുതാം. ഓക്കെ, 10 × 10⁻³. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എന്താ ഇതെല്ലാം കട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര കിട്ടും? ഓക്കെ, 10⁻³ ഉണ്ട്, 10⁻4 ഉണ്ട്. അപ്പൊ ഡിനോമിനേറ്ററിനെ നമ്മൾ ന്യൂമറലേറ്ററിന് മാറ്റുമ്പോൾ അത് എന്താണ്? പവർ നെഗറ്റീവ് ആവും. അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഏകദേശം നിങ്ങൾക്ക് 3.18 × 10⁻8. ഓക്കെ, 10⁻8 Nm/m² എന്ന് കിട്ടും. ഓക്കെ, ഇത്രയാണ് എന്താ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്ട്രെസ്സിന്റെ നമ്മൾ ഫോഴ്സ് ബൈ ഏരിയ എന്ന് കണ്ടുപിടിച്ചിട്ട് 3.18 × 10⁻8 എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടി. അപ്പൊ ഇനി അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇലോങ്ങേഷൻ ആണ്. ഇലോങ്ങേഷൻ. ഓക്കെ, സോ ഇലോങ്ങേഷൻ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? യങ്സ് മോഡുലസ് ആണ് നമ്മൾ ഇവിടുത്തെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നുള്ളത് അല്ലെ. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്താ ഇത് കണ്ടിന്യൂ ചെയ്യുക. സോ നമ്മളോട് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാനാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം എന്താണ് നമ്മൾ ഇലോങ്ങേറ്റ് ചെയ്യുന്നത്? ലെങ്ത് ആണ് അല്ലെ. നമ്മൾ സ്റ്റീൽ റോഡിൽ നമ്മളൊരു ഫോഴ്സ് സ്ട്രെസ് കൊടുത്ത് നമ്മൾ അതിനെ ഇലോങ്ങേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇലോങ്ങേഷൻ എന്തിന്റെ ബേസിസിലാണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഏതായിരിക്കും വരിക? യങ്സ് മോഡുലസ് അല്ലെ മക്കളെ. ലോങ്ങിറ്റ്യൂഡൽ സ്ട്രെസ്സസ് ടു ലോങ്ങിറ്റ്യൂഡൽ സ്ട്രെയിൻ. സോ യങ്സ് മോഡുലസിന് നമ്മൾ ഇത് ഇലോങ്ങേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഏതായിരുന്നു ഇക്വേഷൻ? എന്തായിരുന്നു? ഓക്കെ, യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു ലോങ്ങിറ്റ്യൂഡൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലോങ്ങിറ്റ്യൂഡൽ സ്ട്രെയിൻ അല്ലെ. സോ ലോങ്ങിറ്റ്യൂഡൽ സ്ട്രെയിനിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? നമുക്കറിയാം എന്ത് സ്ട്രെയിനും ആയിക്കോട്ടെ ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് ഒറിജിനൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഈസ് ടു ഒറിജിനൽ ഡയമെൻഷൻ. അപ്പൊ ഇവിടെ ചേഞ്ച് ചെയ്യുന്ന ഡയമെൻഷൻ ഏതാ? ലെങ്ത് ആണ് അല്ലെ. സോ del(L/L) എന്നുള്ളതായിരിക്കും ഡിനോമിനേറ്ററിൽ വരിക. ഇനി നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? F/A. ഡിനോമിനേറ്റർ നമ്മൾ ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ ഫ്രാക്ഷൻ ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? L/del എന്ന് കിട്ടി അല്ലെ. അതായത് യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു FL/A del L. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടുക. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇലോങ്ങേഷൻ എന്താന്നുള്ളതാണ്. അപ്പൊ ഇലോങ്ങേഷൻ ഉദ്ദേശിച്ച് എത്രമാത്രമാണ് ലെങ്ത്തിൽ ചേഞ്ച് ഉണ്ടായത്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? del L ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ del L നെ മാത്രം നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക, ബാക്കിയുള്ള ക്വാണ്ടിറ്റീസിനെയൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമ്മൾ എങ്ങനെ പ്രൊസീഡ് ചെയ്യും? del L ഈ സൈഡിലേക്ക് എടുക്കുക. സോ del L is equal to FL/AY. ഓക്കെ,
സോ ഡെൽ എൽ അതായത് ഇലോങ്ങേഷന് കണ്ടുപിടിക്കാനുള്ള ഡെൽ എൽ എന്ന് പറഞ്ഞാൽ ഡെൽ എന്ന് വെച്ചാൽ എന്താണ് ചേഞ്ച് അല്ലെ. സോ ലെങ്തിലുള്ള ചേഞ്ചിനാണ് നമ്മൾ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. സോ ഡെൽ എൽ ഇസ് ഈക്വൽ ടു എഫ് എൽ ബൈ എ വൈ. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഓൾറെഡി എഫ് ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ സ്ട്രെസ് ഓൾറെഡി നേരത്തെ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചു സെക്ഷൻ എയില്. അപ്പൊ ഇനി എന്താ ലെങ്ത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താ ലെങ്ത് 1 മീറ്റർ തന്നിട്ടുണ്ട്, യങ്സ് മോഡൽസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടേ ഉള്ളൂ. ഓക്കെ, സോ നമുക്കത് പ്രൊസീഡ് ചെയ്യാം. ഡെൽ എൽ അതായത് ഇലോങ്ങേഷൻ ഈസ് ഈക്വൽ ടു എഫ് എൽ ബൈ എ വൈ അല്ലെ. ഓക്കെ, സോ എഫ് എൽ ബൈ എ വൈയില് എഫ് ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെസ് ആണ്. അപ്പൊ നമ്മൾ അത് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയായിരുന്നു, 3.18 ഇൻറ്റു 10⁸ അല്ലെ. സോ എഫ് ബൈ എ നമുക്കറിയാം, പിന്നെ എൽ ബൈ വൈ അത്രയും കൂടെ ഉള്ളു അല്ലെ. സോ എഫ് ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്, 3.18 ഇൻറ്റു 10⁸. ലെങ്ത് നമുക്കറിയാം, എത്രയായിരുന്നു, ലെങ്ത് തന്നിരിക്കുന്നത് 1 മീറ്റർ അല്ലെ. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് എത്രയായിരുന്നു, ഓക്കെ, യങ്സ് മോഡുലസ് 2 ഇൻറ്റു 10⁻11. 2 ഇൻറ്റു 10⁻11. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഡെൽ എൽ കിട്ടും. അപ്പം ഏകദേശം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ പവർ ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 1.59 ഇൻറ്റു 10⁸ 10⁻11 ആണ്. അപ്പം 10⁻11 എന്ത് ചെയ്യും, ന്യൂമറേറ്ററിലോട്ട് വരുമ്പോൾ മൈനസ് ആവും. അപ്പൊ നമുക്ക് എത്ര കിട്ടും, -3 ആയിരിക്കും പവറിൽ കിട്ടുക, ഇൻറ്റു 10⁻−3. ഇനി എന്തായിരിക്കും യൂണിറ്റ് വരുന്നത്, ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെങ്കിൽ ഇലോങ്ങേഷൻ ആണ്. അപ്പൊ ലെങ്ത്തിന്റെ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാം യൂണിറ്റിലേക്ക് മാറ്റിയായിരുന്നു അല്ലെ. ലെങ്ത് 1 മീറ്ററിലാണ് തന്നിരിക്കുന്നത്, റേഡിയസ് ഒക്കെ നമ്മൾ മാറ്റിയായിരുന്നു ഓൾറെഡി മീറ്ററിലേക്ക്. അപ്പൊ ഇവിടെ എന്തായിരിക്കും, ചേഞ്ച് ഇൻ ലെങ്ത് നമ്മൾ ഇലോങ്ങേഷൻ നമ്മൾ ഏത് യൂണിറ്റിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുക, മീറ്ററിൽ. ഓക്കെ, സോ 1.59 ഇൻറ്റു 10⁻−3 മീറ്റർ. ഓക്കെ അല്ലേ മക്കളെ. സോ ഇതുവരെ നമ്മൾ ബേസിക്കലി എന്താണ്, നമുക്ക് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ എന്താണ് അല്ലെ, എഫ് ബൈ എ അതായത് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയാം. ഡിവൈഡഡ് ബൈ എന്താണ്, ലോങ്ങിറ്റ്യൂഡൽ സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഓക്കെ അല്ലേ. സോ തേർഡ് വണ്ണിലേക്ക് നമുക്ക് കിടക്കാം. സി നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത്, ശ്രദ്ധിച്ചേ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്ട്രെയിൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സ്ട്രെയിൻ അല്ലെ. അപ്പൊ നമുക്ക് സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താ, ഇവിടെ ഏത് സ്ട്രെയിനാ, ലോങ്ങിറ്റ്യൂഡൽ സ്ട്രെയിൻ അല്ലെ. ലോങ്ങിറ്റ്യൂഡൽ സ്ട്രെയിൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, നമുക്കറിയാം ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് ലോങ്ങിറ്റ്യൂഡൽ സ്ട്രെയിൻ. ഓക്കെ, സോ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം, strain is equal to del L by L. ഓക്കെ, അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഈ ഒരു ഇക്വേഷനിൽ ഈ 3 ഇക്വേഷൻസ് കണക്റ്റഡ് ആണ്. ഫസ്റ്റ് വൺ കറക്റ്റ് അല്ലെങ്കിൽ ഈ നിങ്ങൾ രണ്ടാമത്തെ മൂന്നാമത്തെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം പോകും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കിട്ടണമെങ്കിൽ എന്താ, നിങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് അത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അതുപോലെ ഇക്വേഷൻസ് തെറ്റിപ്പോകാൻ നോക്കുകയും വേണം. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് എത്രയാണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 1.59 ഇൻറ്റു 10⁻−3. 1.59 ഇൻറ്റു 10⁻−3. അപ്പൊ ഒറിജിനൽ ലെങ്ത് എത്രയാ, 1 മീറ്റർ ആണ് അല്ലെ, 1 മീറ്റർ. ഓക്കെ, സോ 1.59 ഇൻറ്റു 10⁻−3 ഡിവൈഡ് ബൈ 1 എത്ര തന്നെയായിരിക്കും, 1.59 ഇൻറ്റു 10⁻−3. ഓക്കെ, സ്ട്രെയിന് യൂണിറ്റ് ഉണ്ടോ, സ്ട്രെയിന് യൂണിറ്റ് ഉണ്ടോ, നമ്മളറിയാം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. രണ്ടും ലെങ്ത്തിന്റെ തന്നെ ഇതിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രെയിന് യൂണിറ്റോ അല്ലെങ്കിൽ ഡയമെൻഷൻസോ ഉണ്ടാവില്ല. അപ്പൊ പ്രത്യേകം ഓർക്കുക കേട്ടോ. അപ്പൊ അനാവശ്യമായിട്ട് അവിടെ കയറി മീറ്റർ എന്ന് എഴുതരുത്. ഓക്കെ അല്ലേ. സോ ഈ ക്വസ്റ്റ്യനിലെ 3 പാർട്ടും എന്താണ്, ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ ഇക്വേഷൻ അറിയുക, അത് കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, പിന്നെ ആൻസേഴ്സും എന്താണ് കറക്റ്റ് ആയിട്ട് എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നോക്കിക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആവറേജ് ഡെപ്ത് ഓഫ് ഇന്ത്യൻ ഓഷൻ ഇസ് അബൌട്ട് 3000 മീറ്റർ. ഓക്കെ, സോ ഇന്ത്യൻ ഓഷന്റെ ആവറേജ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ 3000 മീറ്റർ ആണ്. കാൽക്കുലേറ്റ് ഫ്രാക്ഷണൽ കംപ്രഷൻ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന കംപ്രഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം കംപ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ വോളിയം ഡിക്രീസ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ച ഏതിലായിരുന്നു, ഏത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിലായിരുന്നു, ബൾക്ക് മോഡുലസ് ബി അല്ലേ. സോ ഡെൽ വി ബൈ വി, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ബൾക്ക് മോഡുലസിലാണ് എന്ത് പറ്റുന്നത്, താഴോട്ട് പോകുന്ന ഒരു പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, അപ്പൊ എന്താണ് വോളിയം കുറയുന്നു നമ്മൾ പറഞ്ഞു. സോ ഓഫ് വാട്ടർ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഓഷ്യൻ ഗിവൺ ദാറ്റ് ബൾക്ക് മോഡുലസ് ഇസ് 2.2 ഇൻറ്റു 10⁻9 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ ബൾക്ക് മോഡുലസ് ഓർഡറിൽ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഡെൽ വി ബൈ വി കണ്ടുപിടിക്കണം, അതായത് ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. അപ്പൊ മക്കളെ ഈ നമ്മുടെ ബൾക്ക് മോഡുലസിന്റെ ബേസിക് ഇക്വേഷൻ എന്താണ്, അത് ആദ്യം അങ്ങോട്ട് എഴുതി വെക്കുക. ഓക്കെ, ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു -P
ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഓക്കെ, നമ്മൾ എന്തുകൊണ്ടായിരുന്നു ഇവിടെ മൈനസ് ഇടുന്നത്? കാരണം എന്താണ്, പ്രഷർ കൂടുന്തോറും വോളിയം ഡിക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ആ വോളിയത്തിന്റെ ഡിക്രീസിനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ നെഗറ്റീവ് ഇടുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാനാണ് അല്ലെ, ഡെൽ വി ബൈ വി കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ബൾക്ക് മോഡുലസ് ഓൾറെഡി തന്നിട്ടുണ്ട് 2.2 × 10⁹. പിന്നെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രഷർ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാം പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, സർഫസിൽ നിന്ന്, നമ്മൾ കാണുന്ന സർഫസിൽ നിന്ന് താഴേക്കുള്ള എന്തിന്റെ ഡെപ്ത് ആണ്? വാട്ടറിന്റെ ഡെപ്ത്. അപ്പൊ നമ്മളറിയാം പ്രഷർ എക്സ്പീരിയൻസ് ബൈ എ ഫ്ലൂയിഡ് അറ്റ് എ ഡെപ്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ദാറ്റ് ഇസ് ഗിവൺ ബൈ എച്ച് റോ ജി അല്ലെ. നിങ്ങൾ അറിയാലോ, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ്. ഓക്കെ, അപ്പൊ എത്ര ഹൈറ്റിലാന്ന് പറഞ്ഞത്? ഇവിടെ ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന സർഫസിൽ നിന്ന് താഴേക്കുള്ള ഡെപ്ത്. ഓക്കെ, നമ്മൾ മുകളിലേക്ക് ആകാശമാണല്ലോ, അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ്, സീ ലെവലിൽ നിന്ന് താഴേക്കുള്ള തന്നെയാണ് അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡെപ്ത് ആണ്, സർഫസിൽ നിന്ന് എത്രമാത്രം താഴേക്കാണ് വെള്ളം ഉള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് 3000 ആണ്. ഇനി റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ആണ്. അപ്പൊ റോ നമ്മൾ ഡെൻസിറ്റി നമ്മൾ എപ്പോഴും എടുക്കുന്നത് 1000 ആണ് അല്ലെ. 1000 ഇൻറ്റു ജി. ജി എന്ന് പറഞ്ഞാൽ എത്ര എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ജി 9.8, പക്ഷെ നമുക്ക് റൗണ്ട് ചെയ്ത് 10 m/s² എടുക്കാം. സോ ഇൻറ്റു എത്ര കിട്ടും? 10 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ എത്രയാണ്? 1 2 3 4 5 6 7. സോ 3 × 10⁻⁷ എന്ത്? പ്രഷർ ആണ്. ഓക്കെ, സോ പാസ്കലിലായിരിക്കും നമ്മൾ എഴുതുക. ഓക്കെ, സോ നമുക്ക് ഇത്രയും എന്ത് കിട്ടി? പാസ്കൽ, അല്ലെങ്കിൽ നമ്മൾ പാസ്കലിന് പകരം നമ്മൾ എന്താ പറയാ? ഫോഴ്സ് ബൈ ഏരിയ Nm/m² എന്ന് എഴുതാം അല്ലെ. ഓക്കെ, സോ നമുക്ക് പ്രഷർ കിട്ടി. ഇനി ബൾക്ക് മോഡുലസും ഉണ്ട്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് വേണ്ട എന്താണ്? വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ്? ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ആണ്. അപ്പൊ കണ്ടുപിടിക്കേണ്ട ക്വാണ്ടിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുക? ലെഫ്റ്റിലോട്ട് കൊണ്ടുവരിക. ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ഈസ് ഈക്വൽ ടു പി ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ബൾക്ക് മോഡുലസ് ഇപ്പുറത്തെ സൈഡിലാണ്. അപ്പൊ അതിനെല്ലാം നമുക്ക് വേണ്ട ക്വാണ്ടിറ്റീസിനെ ഒരു സൈഡിലേക്ക് എഴുതുക, അല്ലാത്ത ക്വാണ്ടിറ്റീസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ പ്രഷർ ബൈ എന്താ? ബൾക്ക് മോഡുലസ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പ്രഷർ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചേ? സർഫസിൽ നിന്ന് താഴേക്കുള്ള വെള്ളത്തിന്റെ ഡെപ്ത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഡെൻസിറ്റി നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് ജി എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് 10 m/s² എന്ന് പറഞ്ഞു. അപ്പൊ എന്താ? അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 3 × 10⁻⁷. സോ എന്താണ്? അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബൾക്ക് മോഡുലസ് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? 3 × 10⁻⁷. ഓക്കെ, പിന്നെ ബൾക്ക് മോഡുലസ് എത്രയാണ് വന്നിരിക്കുന്നത്? 2.2 × 10⁹. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ആണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതിന് യൂണിറ്റ് ഡയമെൻഷൻ എന്തെങ്കിലും ഉണ്ടാവുമോ? കാരണം വോളിയം ഒറിജിനലിൽ നിന്ന് എത്രമാത്രം ചേഞ്ച് ഉണ്ടായെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം രണ്ടും എന്താണ്? വോളിയത്തിന്റെ രണ്ട് രീതിയിലുള്ള, ഒറിജിനൽ വോളിയം എന്തായിരുന്നു, അതിൽ നിന്ന് എത്രമാത്രം വോളിയം മാറിയെന്നാണ്. അപ്പം രണ്ടും എന്താണ്? വോളിയത്തിന്റെ തന്നെ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്താണ്? അതിന് നമുക്ക് യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല, ക്യാൻസൽ ആയി പോകും അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം സ്ട്രെയിനിന്റെ ക്വാണ്ടിറ്റീസ് എല്ലാം ഓക്കെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? അതിന് യൂണിറ്റ്സ് ഉണ്ടാകത്തില്ല. അപ്പൊ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര കിട്ടുമായിരിക്കും? 10⁻⁷ ആണ് മുകളിൽ, 10⁻⁹ ആണ് താഴെ. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? നിങ്ങൾക്കറിയാം 9 ആണ് താഴെയുള്ളത്. ഓക്കെ, സോ ഇത് മുകളിലോട്ട് പോകുമ്പോൾ നെഗറ്റീവ് വരും. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് 1.36 × 10⁻⁹ എന്താണ്? ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ മൈനസ് ആവും. അപ്പൊ 10⁻². ഓക്കെ, സോ യൂണിറ്റോ ഡയമെൻഷനോ ഇത് ഉണ്ടാവില്ല എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ ചില സമയങ്ങളിൽ എന്താണ്? ഡയറക്റ്റ് നിങ്ങൾക്ക് ബൾക്ക് മോഡുലസിനെ വെച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നില്ല. എന്താണ്? അതിനുള്ളിൽ തന്നെയുള്ള ക്വാണ്ടിറ്റീസിനെ റീഅറേഞ്ച് ചെയ്തിട്ട് ചോദിക്കാനാണ്. അപ്പൊ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ മക്കൾ തറവായിട്ടിരിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ P = H⁻g എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പ്രഷർ കണ്ടുപിടിക്കണം എന്താണ്? അവർ ആകപ്പാടെ തന്നിരിക്കുന്നത് ഡെപ്ത് ആണ്. അപ്പം G എന്താണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് എന്ന് പറയുന്നത് 1000 kg/m³ ആണെന്ന് നമുക്ക് അറിയണം. ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അല്ലാത്ത കേസിൽ എന്താണ്? അത് അറിയണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ ബോഡീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെ. ഏതായിരുന്നു? നമ്മുടെ ഷിയർ മോഡുലസ് അല്ലെ. സോ ഷിയർ മോഡുലസിന് പല രീതിയിലുള്ള എന്താണ് നമ്മൾ നൊട്ടേഷൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ എന്താണെങ്കിലും എന്താ, നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ഏത് മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് വേണ്ടത്. സോ അതിന്റെ ബേസിൽ നിങ്ങൾ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ഇതാണ്: എ സ്ക്വയർ ലെഡ് സ്ലാബ് ഓഫ് സൈഡ് 50 cm
ആൻഡ് തിക്നെസ് 10 സെന്റിമീറ്റർ ഇസ് സബ്ജക്റ്റഡ് ടു എ ഷിയറിംഗ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഷിയറിംഗ് ഫോഴ്സ് നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താണ് ഇതിങ്ങനെ തെന്നി മാറും അല്ലെ. അപ്പം മുകളിലും താഴെ ഓപ്പോസിറ്റ് ഫേസസിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താണ് ഡിഫോമിംഗ് ഫോഴ്സ് നമ്മൾ ഓപ്പോസിറ്റ് ഫേസസിൽ ആക്ട് ചെയ്ത് എന്താണ് സൈഡ് വേസ് സ്ലൈഡ് ചെയ്തു പോകും. ഓക്കെ, അപ്പൊ എന്താണ് ദ ലോവർ എഡ്ജ് ഇസ് റിവെറ്റഡ് ടു ദ ഫ്ലോർ, ഹൗ മച്ച് വിൽ ദ അപ്പർ എഡ്ജ് ബി ഡിസ്പ്ലേസ്ഡ് ഗിവൺ ഷിയർ മോഡുലസ് G into G is equal to 5.6 into 10⁹ Newton per meter square. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്, അതായത് ഇപ്പൊ ഇതൊരു ഗ്ലാസ് സ്ലാബ് ആണ്. ഓക്കെ, ഇപ്പൊ ഇതൊരു ഗ്ലാസ് സ്ലാബ് ആണ്. ഓക്കെ, ഇതാണ് ഫ്ലോർ. ഓക്കെ, സോ എന്താ ചെയ്യുന്നത്, നിങ്ങളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ഡൗൺ സൈഡ് അല്ലെങ്കിൽ താഴത്തെ ഇതെന്ന് പറയുന്നത് എന്താ, ഓക്കെ, ലോവർ എഡ്ജ്. ഈ സ്ലാബിന്റെ ലോവർ എഡ്ജ് എന്ന് പറയുന്നത് ഫ്ലോറിൽ റിവെറ്റ് ചെയ്തിട്ടുണ്ട്. റിവെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ക്ലാമ്പ് ചെയ്യുകയാണ്. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇത് സ്ലാബ് ആണെങ്കിൽ സ്ലാബിന്റെ അപ്പർ എഡ്ജ് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. താഴത്തെ ഫ്ലോർ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എഡ്ജിനെ നമ്മൾ ക്ലാമ്പ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ എന്താണ് ആങ്കർ ചെയ്ത് വെക്കണം, അത് മൂവ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും, നിങ്ങളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ താഴത്തെ സൈഡ് എന്ന് പറയുന്നത് എഡ്ജ് എന്ന് പറയുന്നത് ക്ലാമ്പ് ചെയ്തിരിക്കും. ഈ മുകളത്തത് മാത്രമേ എന്താണ് സ്ലൈഡ് ചെയ്യുള്ളൂ. ഇത് ഒരുമിച്ച് ഇങ്ങനെ സ്ലൈഡ് ചെയ്യില്ല. ഓക്കെ, സോ ഇത് ഫിക്സഡ് ആക്കി വെച്ചിട്ട് ഈ ഒരു മുകളത്തെ സൈഡിനെ നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ സ്ലൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്ത്. ഓക്കെ, സോ ലോവർ എഡ്ജിനെ ഫ്ലോറുമായിട്ട് റിവെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് റിവെറ്റ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാമ്പ് ചെയ്യാനുള്ള, ആങ്കർ ചെയ്യാനുള്ള, ഓക്കെ, കൊളുത്തി വെക്കാനുള്ള രീതിയിൽ, ഇതിനെ പിടിച്ചു നിർത്തുന്ന രീതിയിൽ നമ്മൾ എന്താണ് ഒരു ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ച് ഈ ഒരു സ്ലാബിന്റെ മുകളിൽ മാത്രമേ എന്താണ് സ്ലൈഡിങ് നടക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് സ്ലാബെങ്കിൽ നിങ്ങൾ ഫോഴ്സ് കൊടുത്തതിന് ശേഷം എന്ത് പറ്റും, ഇതിന്റെ മുകളിലത്തെ ഭാഗം മാത്രം എന്താ കുറച്ചിങ്ങനെ തെന്നി മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഓക്കെ, അപ്പൊ ഇതെന്താ, ഈ ഒരു ചേഞ്ച് ഇല്ലേ, ഈ ചേഞ്ചിനെ നിങ്ങൾ വിളിക്കുന്നതാണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറഞ്ഞു അല്ലെ, ഡെൽ എക്സ്. സോ ഒരു ഡെൽ എക്സ് എന്ന് പറഞ്ഞ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാണ്, ഹൗ മച്ച് വിൽ ദ അപ്പർ എഡ്ജ് ബി ഡിസ്പ്ലേസ്. ഓക്കെ, ഈ ഡെൽ എക്സ് ആണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ ബേസിക്കലി നിങ്ങൾക്ക് എന്താണ് ഷിയർ മോഡുലസിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അപ്പൊ എന്തായിരുന്നു നമ്മുടെ ഷിയർ മോഡുലസിന്റെ ഇക്വേഷൻ, നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ G ആണ്. അപ്പൊ നിങ്ങൾ അത് തന്നെ ഉപയോഗിക്കുക. ഓക്കെ, സോ G is equal to നമുക്കറിയാം ഫോഴ്സ് ബൈ ഫോഴ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. എന്ത്, ഏത് മോഡുലസും ആയിക്കോട്ടെ, ഇറ്റ് ഈസ് ദി സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഓക്കെ, സോ ഇവിടെ ഉദ്ദേശിക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഷിയറിംഗ് സ്ട്രെസ് ടു ഷിയറിംഗ് സ്ട്രെയിൻ ആണ്. ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ F/A തന്നെ. സ്ട്രെയിൻ എന്തായിരുന്നു, നമ്മൾക്കറിയാം ഷിയറിംഗ് സ്ട്രെയിനെ വി ഡിനോട്ട് ബൈ തീറ്റ അല്ലെ, തീറ്റ. അപ്പൊ ഈ തീറ്റ എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരുന്നു, നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ. തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിയറിംഗ് സ്ട്രെയിനിന് നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ ആണ്. അപ്പൊ ഷിയറിംഗ് സ്ട്രെയിനിന്റെ തീറ്റയ്ക്ക് പകരം നമ്മൾ എന്തായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽ എക്സ് ബൈ എൽ. ഡെൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് കാരണം ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്, അതാണ് ഡെൽ എക്സ് ഡിവൈഡഡ് ബൈ ദ ലെങ്ത്. ഓക്കെ, ലെങ്ത് ഓഫ് ദ സ്ലാബ് ഇവിടെ. ഓക്കെ, സോ G is equal to F/A. തീറ്റ എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഡെൽ എക്സ് ബൈ എൽ. ഓക്കെ, ഡെൽ എക്സ് ബൈ എൽ. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, F/A ഡെൽ എക്സ്. അപ്പം ലെങ്ത് നമുക്ക് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ലെങ്ത് മുകളിലേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ വരും. ഓക്കെ, സോ G is equal to FL/A ഡെൽ എക്സ്. മക്കളെ ഇതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ തീർന്നോ? ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ച് ചേർത്താം. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണ്, ക്വസ്റ്റ്യൻ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് വിൽ ദ അപ്പർ എഡ്ജ് ബി ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, സോ ഈ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എത്രയായിരുന്നു, ഡെൽ എക്സ് അല്ലെ. അപ്പൊ ഡെൽ എക്സ് ആണ് നമുക്ക് കിട്ടേണ്ട സാധനം. ഡെൽ എക്സിനെ മാത്രം നിങ്ങൾ ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക. സോ ഡെൽ എക്സ് ഈസ് ഈക്വൽ ടു FL/AG. ഓക്കെ, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, ഫോഴ്സ് തന്നിട്ടുണ്ട് 9 into 10⁴ Newton. ഓക്കെ, ഇനി L തന്നിട്ടുണ്ടോ, എ സ്ക്വയർ ലെഡ് സ്ലാബ് ഓഫ് സൈഡ് 50 centimeter ആൻഡ് തിക്നെസ് 10 centimeter എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഷിയറിംഗ് ഫോഴ്സ് തന്നിട്ടുണ്ടോ, ഫോഴ്സ് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, G തന്നിട്ടുണ്ട് അല്ലെ. G is equal to 5.6 into 10⁹ Newton per meter square എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, സോ ശ്രദ്ധിച്ച മക്കളെ, ഡെൽ എക്സ് ഇസ് ഈക്വൽ ടു FL/AG. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫോഴ്സ് ബൈ ഏരിയ എന്താണെന്ന് കണ്ടുപിടിക്കണം, ലെങ്ത്, പിന്നെ നമുക്ക് ഷിയർ മോഡുലസ്. അപ്പൊ ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ നമ്മൾ ഫോഴ്സും ഏരിയയ്ക്ക് നിങ്ങൾക്ക് ചില ഹിൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക.
നമുക്ക് ഫോഴ്സ് ഓൾറെഡി അറിയാം. ഇനി ലെങ്ത് എന്താണ്? ലെങ്ത് തന്നിരിക്കുന്നത് 50 സെന്റിമീറ്റർ ആണ്. അതായത് 1 മീറ്റർ ഇസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ എത്ര കിട്ടും? 0.5 മീറ്റർ. ഇനി ബ്രെഡ്ത്ത് തന്നിരിക്കുന്നത് എത്രയാണ്? തിക്നെസ് അല്ലെ. തിക്നെസ് എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ അത് എത്രയായിരിക്കും? 0.1 മീറ്റർ. ഇത്രയും കിട്ടി. ഇനി എന്ത് ചെയ്യാം? അപ്പൊ ഫോഴ്സ് ബൈ ഏരിയ നമ്മൾ ആദ്യം അങ്ങ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എത്ര തന്നിരിക്കുന്നത് നിങ്ങൾക്ക്? 9 × 10⁴. ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ എന്ന് പറഞ്ഞ സ്ലാബിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ലെഡ് സ്ലാബിന്റെ ഇത് രണ്ടും തന്നിട്ട് നമ്മൾ എന്താ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യാം. അപ്പം എത്ര കിട്ടും? 0.5 × 0.1. ഓക്കെ, ഇത് ചെയ്യാം. അപ്പൊ ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുക? സ്ട്രെസ് കിട്ടും. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് എത്ര ആയിരിക്കും മക്കളെ വരിക? നിങ്ങൾക്ക് ഏകദേശം ഒരു 0.5 × 0.1 ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 1.8 × 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, 1.8 × 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ എന്നായിരിക്കും നിങ്ങൾക്ക് സ്ട്രെസ് കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് F/A നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി ലെങ്ത് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 50 സെന്റിമീറ്ററിന്, പിന്നെ ജിയും ഉണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1.8 × 10⁻⁶ അല്ലെ. 1.8 × 10⁻⁶ ആണ് എന്ത്? സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ അല്ലെ. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ∇x = FL/AG. ∇x എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ F/ഏരിയ L/G. F/ഏരിയ നമുക്കറിയാം 1.8 × 10⁻⁶. ഇനി ലെങ്ത് എത്രയായിരുന്നു? നമുക്കറിയാം ലെങ്ത് 50 സെന്റിമീറ്റർ തന്നിരിക്കുന്നത്. അത് നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.5 എന്ന് നമുക്ക് കിട്ടി. ഇനി എത്രയാ മക്കളെ? ജി അല്ലെ. ജി ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയായിരുന്നു ജി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ശ്രദ്ധിച്ചേ. ഓക്കെ, നമുക്ക് ജി തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? 5.6 × 10⁻⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെ. അപ്പം 5.6 × 10⁻⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ നിങ്ങൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്തായിരിക്കും? റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. അപ്പൊ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ഏതിലാണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണോ മീറ്റർ ആണോ ഏതായിരിക്കും നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? മീറ്ററിലായിരിക്കും അല്ലെ. കാരണം എന്താണ്? മീറ്ററിലാണ് നമ്മൾ സെന്റിമീറ്റർ തന്നിരിക്കുന്ന എല്ലാം നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? ഓൾറെഡി മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഫൈനലി കിട്ടേണ്ട റിസൾട്ട് എന്ത് തന്നെയായിരിക്കണം? മീറ്ററിലായിരിക്കും കിട്ടണം. ഓക്കെ, സോ 10⁻⁶ വരുന്നുണ്ട്, 10⁻⁹ വരുന്നുണ്ട്, 0.5 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾ 10ന്റെ പവറിൽ എല്ലാത്തിനും എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ എന്തായിരിക്കും? കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, സോ ഫൈനലി നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറഞ്ഞാൽ മീറ്ററിലായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം 1 point അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 10⁻⁴. ഓക്കെ, മീറ്റർ എന്ന് പറയും അല്ലെ. 1.6 × 10⁻⁴ മീറ്റർ എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ ഇതൊരു സ്ലാബ് ആണ്. നിങ്ങൾ ഇതിന്റെ ലോവർ ഫേസിനെ എന്താണ്? റിവെറ്റ് ചെയ്യും. റിവെറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു സാധനം കൊടുത്ത് ക്ലാമ്പ് ചെയ്യുക അല്ലെങ്കിൽ ആങ്കർ ചെയ്ത് നിർത്തുക. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ച് ഇതിന്റെ അപ്പർ ഫേസ് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, സോ 1.6 × 10⁻⁴ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കട്ടെ. 6ഉം 9ഉം ആണ്. അപ്പൊ നിങ്ങൾ വരുമ്പം ഫൈനൽ ഇതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വരും. ഓക്കെ, സോ ∇x എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁴ ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾ എല്ലാവരും പഠിക്കുമ്പം ന്യൂമറിക്കൽസും കൂടെ എന്താണ് പ്രോപ്പർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസിന്റെ ഒക്കെ എന്താണ് ഇക്വേഷൻസ് കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ അല്ലേ? സോ ഇനിയുള്ള ലൈവ് സെഷൻസിലൊക്കെ കൂടുതൽ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ഇനി തിയറി പോർഷൻസും പ്രാക്ടിക്കൽസും ഒരുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ശരി മക്കളെ, നമുക്ക് നെക്സ്റ്റ് ഇതിൽ കാണാം. ബൈ.